അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെയും സംഘത്തിൻ്റെയും കൂടെ നൂർ ഫാത്തിമ മക്കയിലേക്ക് യാത്രയായി. അറബിയുമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം അനുഭവപ്പെട്ടു. പടച്ച റബ്ബേ, എന്തൊക്കെ തന്നെയായാലും എൻ്റെ നൂർ ഫാത്തിമ എൻ്റെ മകളെപ്പോലെയാണ് ഞാൻ കരുതിയത്. അവളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ പടച്ചോനെ എൻ്റെ ഹൃദയത്തിലാണ് അത് കൊണ്ടത്. അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? അവർക്കെതിരെ കർശന നടപടിയെടുക്കണം. അല്ലാതെ എൻ്റെ മോളുടെ സമാധാനം നഷ്ടപ്പെടുന്നത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അറബിയമ്മ തലാലിനെ വിളിച്ചു. തലാൽ, ആ എന്താ ഉമ്മി? അത് മോനെ, നൂർ ഫാത്തിമയുടെ ജീവിതത്തിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ എന്താണത്? അതെ, മറ്റൊന്നുമില്ല. നിനക്കറിയില്ലേ മനാഫ്, മാമൻ്റെ ഫ്രണ്ടും അതുപോലെ പാർട്ട്ണറും കൂടിയായ? ആ ഉമ്മ അറിയാം. നമ്മുടെ വീട്ടിലേക്ക് നിക്കാഹിനൊക്കെ വന്നിരുന്നവരല്ലേ? ഫാമിലിയുമായിട്ടായിരുന്നല്ലോ അവർ വന്നത്. മോനെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരുത്തനുണ്ട്, ആ മനാഫ്. അവൻ്റെ മനസ്സ് അതത്ര ശരിയല്ല. അതെന്തോ ഉമ്മ? നല്ല ആളാണല്ലോ, നല്ല രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറ്റവും എല്ലാം വളരെയധികം സന്തോഷത്തിലായിരുന്നല്ലോ. മോനെ, അതല്ല, ഇവിടെ നിക്കാഹ് നടക്കുന്ന ആ ഒരു സമയത്ത് അവനവൻ്റെ വൈഫിനെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അത് മോനെ ഓർക്കുന്നുണ്ടോ? ഉമ്മ, അതെ, നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരുന്നു അവൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഉമ്മ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഉമ്മ പറയുന്നത്? ഒന്ന് വ്യക്തമാക്കി പറയുമോ? തലാൽ, നിൻ്റെ പെങ്ങൾ നൂർ ഫാത്തിമ, അതെ, അവളെ ഒരു ഉസ്താദിനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. പക്ഷേ അതിനു മുമ്പായിട്ട് മനാഫ് അവളെ കണ്ടിരുന്നത്രേ. ഉമ്മ, എന്താണ് നിങ്ങൾ പറയുന്നത്? എവിടെ നിന്ന് കാണാം? അതും അത്രക്കും ഇസ്ലാമിക വേഷത്തിൽ നടക്കുന്ന നൂർ ഫാത്തിമയെ എങ്ങനെ കാണാനാണ് ഉമ്മ? മോനെ, അതൊക്കെയുണ്ട്, ഞാൻ പറയാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയെന്നത്രേ നാദിറയും നൂർ ഫാത്തിമയും. അന്നാണത്രേ അയാൾ കണ്ടത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവൻ്റെ മനസ്സിൽ നൂർ ഫാത്തിമയായിരുന്നത്രേ. വിവാഹം ഉറപ്പിച്ചയാളാണ്, നിക്കാഹ് കഴിഞ്ഞതാണ് എന്നറിഞ്ഞിട്ട് പോലും അവൻ അവൾക്ക് വേണ്ടി. യാ അല്ലാ, ഉമ്മ, എന്ത് ഞാനീ കേൾക്കുന്നത്? അതേ മോനെ, വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ മോഹിക്കാൻ പാടുണ്ടോ? അവൻ ചെയ്തത് അത്രക്കും തെറ്റല്ലേ? അതുമാത്രമല്ല, അവന് ഭാര്യയും മക്കളുണ്ട്. എന്നിട്ട് പോലും ഉമ്മ, എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? മോനെ, ആകാറുള്ള സാഹചര്യങ്ങൾ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് അതെല്ലാം തട്ടി മാറ്റപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഇനിയും അവളെ ശല്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവളോട് പറഞ്ഞത്രേ, നീ ഗർഭിണിയാണെങ്കിലും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. എൻ്റെ കൂടെ നൂർ ഫാത്തിമ നീ ജീവിക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ അത്രക്കും സ്നേഹിച്ച പെണ്ണാണ് നീയെ. ഇഷ്ടപ്പെട്ടതാണ്. നിന്നെ പോലുള്ള ഒരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു വാക്ക് നീ ഒന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ അത്രക്കും നല്ല രീതിയിൽ സംരക്ഷിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ പിന്നാലെയാണത്രേ. ഉമ്മ, ഇത് നാഫി ഉസ്താദ് അറിഞ്ഞില്ലേ? അതിനെന്താണ് നൂർ ഫാത്തിമ മറുപടി പറഞ്ഞത്? മോനെ, അതന്നെയാണ് സംഭവം. അവൾ ഇതുവരെ മറച്ചു വെച്ചു, എല്ലാം മറച്ചു വെച്ചു. എന്നോടും മറച്ചു വെച്ചു, അവളുടെ നാഫി ഉസ്താദിനോടും മറച്ചു വെച്ചു. ഉമ്മ, അതെന്താ? ഭാര്യമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയേണ്ടത് ഭർത്താവിനോടല്ലേ? ശരിയാണ് മോനെ, പക്ഷേ അവൾ അതിലൊരു ഭയം കണ്ടെത്തിയിരുന്നു. ഇത് നിൻ്റെ ഭർത്താവിനോടെങ്ങാനും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ നീ കാണില്ല എന്ന് പറഞ്ഞത്രേ. അപ്പോൾ ഏതൊരു പെണ്ണും അതിനെ മടിക്കുമല്ലോ. എൻ്റെ നൂർ ഫാത്തിമയെ ഒരിക്കലും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേയ്, അവൾ അത്തരക്കാരിയല്ല. ഒരിക്കലും അവളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് ഞാൻ കണ്ടിട്ടില്ല. അവൾ ജീവിതത്തിൽ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ അവൾ ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞില്ല. അതും ഭർത്താവിൻ്റെ ജീവന് ഭീഷണിയാകുമോ എന്ന് ഭയന്നത് കൊണ്ട് മാത്രമാണ്. ഉമ്മ, അത്രക്കും ഭീകരനാണോ ഈ മനാഫ്? മോനെ, ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഒരു മടിയും കാണിക്കാത്തവനാണത്രേ അവന്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണത്രേ. ഉമ്മ, എങ്കിലും അപ്പോൾ ഉമ്മയുടെ പാർട്ട്ണർ പ്രോഗ്രാമിൽ ഇല്ലേ അവർ? ആ ഒരു ബിസിനസ്സിൽ? അതെ, അവൻ ജോയിൻ ആയിട്ടുണ്ട്. ഒരിക്കലും അറിയില്ലല്ലോ ഇതിനുള്ളിലൂടെ എങ്ങനെയൊരു ചതിയുണ്ടെന്ന്. അതൊരു പക്ഷേ നമ്മുടെ ബിസിനസ്സിൽ
ജോയിൻ ആകാൻ കാരണം തന്നെ എന്തായിരിക്കും? എൻ്റെ വീട്ടിലേക്ക് നൂർ ഫാത്തിമ വരും, അവിടെ വെച്ച് അവർക്ക് മീറ്റ് ചെയ്യാം, അവളെ കാണാം എന്നുള്ള രീതിയിലായിരിക്കും. ഉമ്മ എന്നാൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യല്ലേ നല്ലത്? ആണ് മോനെ, അതിനു മുമ്പായിട്ട് നിൻ്റെ അമ്മാവനോട് ഒന്ന് സംസാരിക്കണം, എനിക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം. അവനറിയില്ലല്ലോ മനാഫ് ഇത്തരക്കാരനാണെന്നുള്ളത്. മനാഫ് എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മാവൻ്റെ വലങ്കയാണ്, എല്ലാത്തിനും അവനുണ്ടാകും. അവനുള്ള നടപടി എടുക്കാഞ്ഞാൽ ഇനിയും ഒരുപക്ഷെ നൂർ ഫാത്തിമ അവൾ വേദനിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. നാഫി ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള ചാൻസ് അവൾക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. അവൻ പണം വാരിയെറിഞ്ഞ് കേസൊതുക്കും. അത് ഇവിടെ നടക്കില്ല, പക്ഷേ കേരളത്തിൽ നടക്കും. ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നുണ്ട് കേരളത്തിലേക്ക് എൻ്റെ നൂർ ഫാത്തിമയെ വിടാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അവളെ ഞാൻ അങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നില്ല ഉമ്മ. പിന്നെ നാഫി ഉസ്താദ് കേരളത്തിലേക്ക് പോകുമ്പോൾ അവൻ അവിടെയുള്ള സ്ഥിതിക്ക് നമ്മളിവിടെ പിടിച്ചു വെക്കാൻ പാടുണ്ടോ? മോനെ, എത്ര ധൈര്യത്തിലാണ് ഞാൻ അവളെ പറഞ്ഞേക്കുക? എനിക്കൊരു ധൈര്യമില്ല. എനിക്ക് അറബ് നാടാണെങ്കിൽ സേഫ്റ്റിയാണ്. എല്ലാത്തിനും അവൾക്ക് സുരക്ഷയ്ക്കായിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. പക്ഷേ ഈ നാട് വിട്ടുകഴിഞ്ഞാൽ, കേരളത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി ഒന്നും എനിക്കറിയില്ല. അവിടെ ഒരുപാട് കൊലപാതകങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ അതിദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന എത്രയോ ആളുകളൊക്കെയുണ്ട്. പക്ഷേ അവർക്കൊന്നും നമ്മളിവിടുത്തെ പോലെ ശിക്ഷ ലഭിക്കില്ല ഒരിക്കലും. കാരണം നമ്മളെവിടെയെന്ന് വെച്ചാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെയും കൊല്ലുക, എന്തെങ്കിലും വലിയ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള നടപടിയെടുത്ത് ശിക്ഷിക്കുക, അതാണ്. കട്ടാൽ കൈവെട്ടുക, അതൊക്കെയാണ് നമ്മളെ മാതൃക. അതൊരിക്കലും അവിടെയില്ല. അവിടെ കുറച്ച് ജയിൽവാസം ഉണ്ടാകും, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയി രക്ഷപ്പെടും, അതുതന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും എൻ്റെ നൂർ ഫാത്തിമയെ ഞാൻ കേരളത്തേക്ക് വിടാൻ എൻ്റെ മനസ്സ് കഴിയുന്നില്ല, ആഗ്രഹിക്കുന്നില്ല അതിന് ഞാൻ. ഉമ്മ, അങ്ങനെയാണെങ്കിൽ കേരളം വിട്ട് നാഫി ഉസ്താദിനോടും ഇവിടെ നിൽക്കാൻ വേണ്ടി പറയേണ്ടി വരും. അല്ലാതെ മോനെ, അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനിപ്പോൾ. ഞാൻ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. അവളുടെ ഭർത്താവ് കേരളക്കാരനാണ്, അവർക്കൊരു ഫാമിലി ഉണ്ട്, ഉമ്മയും ഉപ്പയും ഉണ്ട്. അവരെ തനിച്ചാക്കി നാഫി ഉസ്താദ് ഇവിടെ നിൽക്കുന്നതും ശരിയല്ല. പക്ഷേ നാഫി ഉസ്താദിൻ്റെ കൂടെ അല്ലാതെ നൂർ ഫാത്തിമ കഴിയുന്നതും ശരിയല്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഭാര്യയും ഭർത്താവും ആയാൽ ഒരുമിച്ച് ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. പക്ഷേ കേരളത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഒന്നെങ്കിൽ നാഫി ഉസ്താദ് എൻ്റെ നൂർ ഫാത്തിമ വിധവയായി കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഹേയ്, അതെനിക്ക് ഇഷ്ടമല്ല. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത്, അതാണ് വേണ്ടത്. ഉമ്മ, നമുക്കതിനുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാലോ മോനെ. അത് അവൻ അവിടെ ആകുമ്പോൾ നടക്കത്തില്ല, ഇങ്ങോട്ട് വന്നാലേ അത് നടക്കുള്ളൂ. പക്ഷേ അവൾ അവിടെ ഉണ്ടെന്ന ധാരണയാണത്രേ അവനിപ്പോഴും. എന്തായാലും നിൻ്റെ അമ്മാവനെ ഞാനൊന്ന് വിളിക്കട്ടെ. അവനുമായുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത് ഉമ്മ. പക്ഷേ ഈ നാഫി എന്ന് പറഞ്ഞ അയാൾ ഒരാളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അയാളെങ്ങനെ സോപ്പിട്ട് മയക്കി നല്ല രീതിയിൽ അവരെ വശത്താക്കാൻ വളരെയധികം ഉഷാറാണ്. കാരണം എന്നോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അത്രക്കും മാന്യമായ രീതിയിൽ സംസാരിച്ച് നമ്മൾ വിചാരിക്കും അത്രക്കും സ്നേഹമുള്ള ഒരാളില്ല എന്ന്. അത്രക്കും നല്ല രീതിയിലാണ്. ഒരിക്കലും ഉമ്മ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അതേ മോനെ, പുറത്ത് ചിരിച്ച് കാണിച്ച് നല്ല രീതിയിൽ പെരുമാറുന്നവരെ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിലും ഉണ്ടാകും എന്തെങ്കിലും ഒരു പാകത്തെ മൈൻഡിലുള്ളവരെയാണ് എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ നല്ലത്. ഇയാളുടെ മനസ്സിൽ ഈ ഒരു ചതി ഉണ്ടെന്ന് നമ്മൾക്കറിയില്ലല്ലോ. എന്താന്നാവോ, ഒരുപാട് പാർട്ട്ണർ പ്രോഗ്രാമിലാണ് എൻ്റെ ബ്രദറുമായി അവൻ ചേർന്നിട്ടുള്ളത്. ആള് കോടീശ്വരനോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ബിസിനസ് ചെയ്ത് വാരി കൂട്ടിയിട്ടുണ്ട് ഇവിടെയും മറ്റു നാടുകളിലൊക്കെ ആയിട്ട്. എൻ്റെ മോൾക്കൊരു ജീവിതം ഇല്ലാതെ പിന്നെ എന്താണ് എൻ്റെ സ്ഥിതി അവൾക്ക് വരരുത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ തലാൽ നിൻ്റെ ഉമ്മ കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് നിൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടതാണ്.
എൻ്റെ തലാലിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മറഞ്ഞു. അതിൻ്റെ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു വേദന നികത്താൻ ഒരാൾക്കും കഴിയില്ല. മറ്റു വിവാഹങ്ങൾക്ക് വേണ്ടി പലരും എന്നെ നിർബന്ധിച്ചു, പലരും. പക്ഷേ എൻ്റെ തലാൽ, നിൻ്റെ ഭാവിയോർത്ത്, നിൻ്റെ ജീവിതമോർത്ത് ഞാനതെല്ലാം വേണ്ടെന്ന് വെച്ചു. നിൻ്റെ ഉപ്പ ഉണ്ടാക്കിയ ഈ കണ്ട സ്വത്ത് മുഴുവനും, ഇത്രക്കും വലിയ സമ്പാദ്യം മുഴുവനും ഇട്ടെറിഞ്ഞിട്ടാണ് നിൻ്റെ പിതാവ് പോയത്. ഞാനതെല്ലാം ഏറ്റെടുത്തു. പതിയെ പതിയെ എനിക്കെൻ്റെ വിഷമങ്ങൾ, എനിക്കെൻ്റെ ടെൻഷനുകൾ മാറ്റി വെക്കേണ്ടി വന്നു. കാരണം എല്ലാം അനാഥമായി കിടക്കുകയാണ്. എൻ്റെ മോൻക്ക് വേണ്ടി, എൻ്റെ മുമ്പിൽ കൈനീട്ടി വരുന്ന പാവങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും എല്ലാം കൊടുക്കണം. ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. എൻ്റെ ഭർത്താവ് പോയിടത്തേക്ക് എനിക്കും പോകാനുള്ളതാണ്. അതിനു മുമ്പായിട്ട് സ്വതക്ക നൽകണം. എല്ലാവർക്കും എല്ലാം നൽകണം. അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി. അതെല്ലാം കെട്ടടങ്ങി പോകുന്ന രീതിയിലായിരുന്നു. എല്ലാത്തിനും വേണ്ടി ഞാൻ ഇറങ്ങേണ്ടി വന്നു. പക്ഷേ എൻ്റെ തലാൽ, ഇത്രക്കും പവിത്രമായ ഒരു വസ്ത്രമുണ്ടാകുമ്പോൾ നാം ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഹിജാബ് കണ്ണുകളിൽ കെട്ടി ഞാനിറങ്ങി ബിസിനസ്സിൻ്റെ ആ ലോകത്തേക്ക്. നിൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചു പോയ അതിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. കാരണം അതിറങ്ങാതായാൽ ഒന്നുമുണ്ടാവില്ല, ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് നിൻ്റെ ഉപ്പ എന്നെ ഏൽപ്പിച്ചു പോയ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിറവേറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നിൻ്റെ പിതാവ് സ്ഥിരമായി കൊടുത്തിരുന്ന കുറച്ച് പാവപ്പെട്ട ഫാമിലിയൊക്കെ ഉണ്ട്. അവർക്കുള്ളതെല്ലാം മുടങ്ങാതെ മാസത്തിൽ എത്തിക്കണം. ഒരു നിമിഷം അത് നഷ്ടപ്പെട്ട് പോവാൻ പാടില്ല. അവരുടെ പ്രാർത്ഥനയാണ് നമുക്കുള്ള മുതൽ. നമുക്ക് ആഹാരമാണ് വലുത്. ഒരിക്കലും ഈ ദുനിയാവില്ല. ദുനിയാവിൽ നിന്ന് സമ്പാദിച്ച് നമ്മൾ ദാനം ചെയ്യുക. നമുക്കുള്ളതെല്ലാം ദാനം ചെയ്യണം നല്ല രീതിയിൽ. എങ്കിൽ അള്ളാഹുവിന് നമ്മെ ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചു. എല്ലാം മറന്നുകൊണ്ട് നിൻ്റെ ഉപ്പയുടെ ആ ഒരു ക്യാഷ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് ഞാൻ ഓർത്തു. ഞാനും നിൻ്റെ പിതാവും ഒരുമിച്ചായിരുന്നു അവർക്കുള്ളതെല്ലാം കൊണ്ടുപോയി കൊടുക്കാൻ പോയിരുന്നത്. പിതാവിൻ്റെ ആ മരണത്തോടെ അതെല്ലാം നിന്നു പോകുമോ എന്ന് വരെ അവർ ഭയപ്പെട്ടു. പക്ഷേ നിൻ്റെ പിതാവ് ചെയ്ത ആ നല്ല കാര്യങ്ങൾ, അതെല്ലാം വീണ്ടും തുടരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട പറഞ്ഞു പോയി. എനിക്കുള്ള ഇദ്ദ സമയം കഴിഞ്ഞു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഞങ്ങൾക്കുള്ള ആ ഒരു ജീവിക്കാനുള്ള മാർഗം നിൻ്റെ പിതാവിൽ നിന്ന് ഇനി കിട്ടില്ലല്ലോ. അദ്ദേഹം മരണപ്പെട്ടു പോയില്ലേ, എല്ലാം നിലച്ചു പോയല്ലോ എന്നോർത്ത് പലരും ഈ ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് വന്നു നിന്നു. എൻ്റെ ഇദ്ദ സമയം കഴിഞ്ഞു. എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കണം. എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു ഓഹരി കൊടുക്കണം എന്നെനിക്ക് തോന്നി. അന്നു മുതൽ എൻ്റെ പൊന്നുമോന് ചെറിയ കൈക്കുഞ്ഞുമായി ഞാൻ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എല്ലാത്തിനും പങ്കെടുത്തു. എല്ലാ മീറ്റിങ്ങിലും പങ്കാളികളായി. എല്ലാത്തിനുമുള്ള ക്യാഷ് നിൻ്റെ പിതാവ് ബാലൻസ് വെച്ചതെല്ലാം ഇറക്കി. വീണ്ടും ഞാൻ ബിസിനസ്സിൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല. എനിക്കെന്തിനാ ഈ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള അബായയും ഈ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഹിജാബും? അത് മതി എനിക്ക്. അതും വെറും 2 കൂട്ട് മതി, കൂടുതലൊന്നും വേണ്ട. എന്തിനാ കൂടുതൽ? പക്ഷേ നമുക്ക് ചുറ്റും എത്രയോ പാവങ്ങൾ, എത്രയോ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിയും വീടില്ലാതെയും ഒരിക്കൽ ഉംറ ചെയ്യാൻ വേണ്ടിയും ഒരിക്കൽ മക്കയും മദീനയും കാണാൻ വേണ്ടിയും ഒരുപാട് മോഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കാരണം കൊണ്ട് അവർ സന്തോഷിക്കണം എന്ന് ഞാൻ കരുതി വീണ്ടും ഇറങ്ങി പുറപ്പെട്ടു എൻ്റെ കൈക്കുഞ്ഞുമായി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിലും വിജയം എനിക്ക് നൽകി. ഇപ്പോഴിതാ പല പല കമ്പനികളും പ്രോഗ്രാമുകളും ആയിട്ട് ഇഷ്ടം പോലെ ബിസിനസ്സാണ് നമ്മൾക്കുള്ളത്. അതെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതല്ല, ഒരിക്കലും എൻ്റെ തലാലിനുള്ളതല്ലത്. എൻ്റെ മോൻ എനിക്ക് ഒരിക്കലും അത് ആഗ്രഹിക്കരുത്. എൻ്റെ മോൻക്കുള്ളത് അത്യാവശ്യത്തിന് നമുക്കുണ്ടാവും. പക്ഷേ അതിലേറെ നമ്മളുടെ ചുറ്റും നമ്മളുടെ ഒരു നേരത്തെ നമ്മൾ തരുന്നത് വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കുള്ളതാണ് അതെല്ലാം. ഉമ്മ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്.
പിതാവില്ലാത്ത മകനെയും കൊണ്ട് ഞാൻ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി. എല്ലാം പച്ച പിടിച്ചു. പക്ഷേ ആ വേദന എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. നിൻ്റെ ആ പിതാവിൻ്റെ ആ മുഖം. മോനെ, നിന്നിലൂടെ ഞാനത് കാണുന്നു. ഈ ബിസിനസ് എങ്ങാനും വിജയിച്ചില്ലെങ്കിൽ മോനെ, നിൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം അതിൽ ഞാൻ തോറ്റുപോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കും ഇതിൽ നിന്ന് എല്ലാം കൊടുക്കുന്നതിലൂടെ ഒരു ഓഹരി അങ്ങോട്ടും എത്തും. അതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഉമ്മ കരയല്ലേ. അപ്പോഴേക്കും അറബിയമ്മയുടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീഴുന്നു. ഉമ്മ, ഹേ കരയരുത്. തലാൽ അവൻ്റെ ആ കൈകൾ കൊണ്ട് ഉമ്മയുടെ കവിളിൽ മെല്ലെ തലോടി ആ കണ്ണുനീർ തുടച്ചു. ഉമ്മ കരയരുത്. മോനെ, എൻ്റെ പൊന്നു മോനെ, എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. എൻ്റെ നൂർ ഫാത്തിമ എനിക്ക് അള്ളാഹു നൽകിയ ഒരു മകളാണ് അവൾ. അവളെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. എനിക്കൊരു പെൺകുട്ടിയെ പോലും തരാതെയാണ് എൻ്റെ ഉപ്പ ഇവിടെ പറഞ്ഞത്. എനിക്കെൻ്റെ മോനെ തന്നു, ശരിയാണ്. എൻ്റെ മോനക്കൊരു കൂടപ്പിറപ്പിനെ തന്നില്ല. പക്ഷെ പടച്ച റബ്ബ് എനിക്ക് തന്നു മോനക്കൊരു കൂടപ്പിറപ്പിനെ. അതും വേറൊരു മതത്തിൽ നിന്ന് വന്ന കൂടപ്പിറപ്പിനെ നമുക്ക് അള്ളാഹു തന്നു. അവൾക്ക് എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് മോനെ എനിക്ക് സഹിക്കില്ല. എൻ്റെ മോൻ്റെ പെങ്ങളാണവൾ. അപ്പോൾ അവളൊരിക്കലും ഞാൻ അനുഭവിച്ച വേദന അനുഭവിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹേ, ഒരിക്കലും. ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് ഞാൻ ആ മയ്യത്ത് കാണുവാൻ വേണ്ടി പോയത്. എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ജീവിച്ചല്ലേ മതിയാവൂ. പലരും പലവട്ടം പിന്നെയും പിന്നെയും നിർബന്ധിച്ചു. എൻ്റെ മകൻക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ആ ഒരവസ്ഥ എൻ്റെ നൂർ ഫാത്തിമയ്ക്ക് ഉണ്ടാവരുത്. അവളിന്ന് 5 മാസം ഗർഭിണിയാണ്. 4 മാസം കൂടി കഴിഞ്ഞാൽ അവൾ ഒരു ഉമ്മയാകും. പക്ഷേ നാഫിൽ ഉസ്താദ് എന്നും അവളുടെ കൂടെ വേണം. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അവന് ആ കുഞ്ഞിൻ്റെ ഉപ്പയായി ആ കുഞ്ഞിനെ ഉമ്മയും ഉപ്പയും ഒരുമിച്ച് താരാട്ട് പാടണം, ഒരുമിച്ച് ലാളിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ആ കുട്ടിക്ക് എല്ലാ സുഖങ്ങളും കിട്ടുകയുള്ളൂ. അല്ലാതെ എന്നെ പോലെ ഒരിക്കലും ആവരുത്. എൻ്റെ നൂർ ഫാത്തിമ ഒരിക്കലും അനാഥമാവാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങൾ എടുത്തേ തീരൂ. എന്തൊക്കെ തന്നെയായാലും ഉമ്മ കരയല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾക്ക് ആ ഒരു വിധി ഉണ്ടാവില്ല. മോനെ, അവൻ പറഞ്ഞ വാക്ക് നീ കേട്ടോ? ഈ കാര്യങ്ങളെങ്ങാനും അവനോട് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ കാണില്ല എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവളാണെങ്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പേടിച്ച് ഇതുവരെ പറയാതിരുന്നു. ഇപ്പോഴിതാ എന്നോട് പറഞ്ഞു, നാഫി ഉസ്താദിനോട് പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് മനാഫെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻക്കെതിരെ നമ്മൾ പ്ലാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒരു പക്ഷേ അവൻ വെച്ചേക്കില്ല. അത്രക്കും വൃത്തികെട്ട ആളായിരിക്കും അവനെ. ഒന്നിനും മടിക്കാത്തവനായിരിക്കും. അതുകൊണ്ടല്ലേ ഭർത്താവുള്ള ഒരു ഗർഭിണിയായ പെണ്ണിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അവന് അത്രക്കും മോശമായതുകൊണ്ടല്ലേ. അവളെ വെറുതെ വിടണ്ടേ ഈ ഒരു സമയത്തെങ്കിലും? ഞാൻ അറിഞ്ഞില്ല, ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഞാനതെല്ലാം അറിയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഭയമാണ് അവളെക്കുറിച്ച്. അവളെയും അവനെയും വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ അവളെയും അവനെയും കിട്ടിയില്ലെങ്കിൽ അവളുടെ വീട്ടിൽ അവൻ നിരങ്ങാൻ ചാൻസ് ഉണ്ട്. അതും ഒഴിവാക്കണം. അള്ളാഹുവെ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. എനിക്കുള്ള വിധി എൻ്റെ മോൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. കൈക്കുഞ്ഞുമായി ഞാൻ ആ മയ്യത്ത് കാണുവാൻ പോയ രംഗം, നിൻ്റെ പിതാവിൻ്റെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല മോനെ. ജീവിച്ച് കൊതി തീർന്നില്ല. അതിനു മുമ്പേ പടച്ച റബ്ബ് കൊണ്ടുപോയി. ആ ഒരു വിധി നമ്മുടെ നൂർ ഫാത്തിമയ്ക്ക് വരരുത്. അവളും നാഫിൽ ഉസ്താദും അവരുടെ കുഞ്ഞും ഒരുപാട് കാലം സന്തോഷത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തായിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഉമ്മ, നിങ്ങൾ ഭയക്കുന്ന ഒന്നും സംഭവിക്കില്ല. മോനെ, ആര് പറഞ്ഞു? ഒന്നിനും മടിക്കാതെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല മോനെ, മറ്റു ചില കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അവരുടെ പിതാവിനെന്തോ
തെറ്റായ രീതിയിലുള്ള ഇഞ്ചക്ഷൻ നൽകിയെന്നോ തളർത്തിയിടാനുള്ള ഇഞ്ചക്ഷൻ നൽകിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്, അതും നൂർ ഫാത്തിമയെ ഹോസ്പിറ്റലിൽ തന്നെ അവർ നിർത്തുവാനുള്ള ഒരു പ്ലാനിങ്ങിൽ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയോ പല കുതന്ത്രങ്ങളും അവൻ മെനഞ്ഞിട്ടുണ്ട്. തലനാരിഴക്ക് പടച്ച റബ്ബ് ഒക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇതുവരെ. ഇനി എങ്ങനെയാണ് ഏതാ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഉമ്മാക്ക് കുറച്ച് കനത്ത നടപടികൾ എടുക്കേണ്ടി വരും മോനെ. ഉംറ കഴിഞ്ഞ് നൂർ ഫാത്തിമയെ ഞാൻ തൽക്കാലം കേരളത്തിലേക്ക് വിടുന്നില്ല. ഉമ്മ, അപ്പം നാഫി ഉസ്താദ്? മോനെ, അതിനൊക്കെ പടച്ച റബ്ബ് ഒരു വഴിയൊരുക്കും. തവക്കൽത്തു അലല്ലാ, അതേ ഞാൻ പറയുന്നുള്ളൂ. നൂർ ഫാത്തിമയെ തൽക്കാലം അങ്ങോട്ട് വിടണ്ട, അവൾ ഇവിടെ നിൽക്കട്ടെ. നാഫി ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഈ പ്രാവശ്യം ഉംറ കഴിഞ്ഞു പോകുമ്പോൾ നാഫി ഉസ്താദ് നൂർ ഫാത്തിമയെ കൂട്ടി വീണ്ടും നാട്ടിലേക്ക് പോകുമോ? അതിന് അറബിയുമ്മ സമ്മതിക്കുമോ? ഇനി ഒരു പക്ഷേ നാട്ടിലെത്തിയാൽ തന്നെ മനാഫ് വീണ്ടും അവൻ്റെ അക്രമം തുടരുമോ? അതോ അതിനു മുമ്പായിട്ട് അറബിയുമ്മ മനാഫിനുള്ള പണി കൊടുക്കുമോ? എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഒരുപാട് ആളുകളെ ഇനിയും മണ്ണിനിടയിലുണ്ടത്രേ. ആയിരക്കണക്കിന് ആളുകളെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരുപാട് മക്കൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, കൈക്കുഞ്ഞുകൾ മാത്രം ബാക്കിയായവർ, ഗർഭിണികൾ, ഒരുപാട് ആളുകളെ കുത്തിയൊലിച്ച് പോയി. കൈകാലുകൾ വേർപെട്ടു, നഷ്ടപ്പെട്ടു. പടച്ച റബ്ബേ, അതിൽ മരണമടഞ്ഞ എല്ലാവർക്കും നീ ഷഹീദിൻ്റെ കൂലി നൽകണേ റഹ്മാനെ. പരിക്ക് പറ്റിയവർക്ക് എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ നീ ഷിഫിയാക്കി കൊടുക്ക് റഹ്മാനെ. അവരുടെ ആ ഒരു മാനസിക നില നീ ശരിയാക്കി കൊടുക്ക് റഹ്മാനെ. അവരെ തളർത്തല്ലേ നാഥ. നിൻ്റെ താങ്ങും തണലും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ. ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും അല്ലാ, എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖയങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.